വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാർ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനുവേണ്ടി ചൂടായ ഒരു ചട്ടിയിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ആകാം. ഇനി മൺചട്ടിക്ക് പകരമായി നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ ചുവടുകട്ടിയുള്ള സ്റ്റീൽ പാത്രമോ ഉപയോഗിക്കാവുന്നതാണ്. അലൂമിനിയം പാത്രം കഴിയുന്നതും ഒഴിവാക്കുക. ഇനി എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഉലുവ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് 1/4 കപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി അല്ലി വലുതാണെങ്കിൽ നടുവേ ഒന്ന് മുറിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. കൂടുതൽ സമയം ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/2 കിലോ ഉണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതാ ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ടിൽ നിന്നുള്ള വെള്ളവും ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടി ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പ് അല്പം കുറയും. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ വീണ്ടും ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അച്ചാർ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. ബോട്ടിലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അംശം അല്പം പോലും ഉണ്ടാകാൻ പാടില്ല. അച്ചാർ ഇട്ടതിന് ശേഷം നന്നായി അടച്ച് സൂക്ഷിക്കുക. അലൂമിനിയം പാത്രങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കൂടുതൽ നാൾ അച്ചാർ കേടുകൂടാതിരിക്കുന്നതിന് 2 ദിവസം വെളിയിൽ വെച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.